പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒന്നും സുന്നിയല്ല എന്ന് ഫത്വ ഇറക്കിയാൽ നടക്കുവോ? ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ ലോകതലത്തിൽ സുന്നി ഉലമാ തലയിൽ വെച്ച് കൊണ്ടു നടക്കുന്ന മുന്നേറ്റത്തിന്റെ അനുഭവങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ നവജാഗരണത്തിന്റെ എല്ലാ കാര്യങ്ങളുടെ നന്മയുടെ മുമ്പിലും ഷെയ്ഖ് മുഖ്താറിനെ കാണുന്നുണ്ട്. ഈജിപ്തിൽ തന്നെയുള്ള വൻകിട പത്രങ്ങൾ ഇസ്ലാമിക ലോകത്തെ ആകർഷിക്കാൻ വേണ്ടി ഷെയ്ഖ് മുഖ്താറിന്റെ ആർട്ടിക്കിളുകൾ, നല്ല നല്ല പഠനങ്ങൾ ഓരോ പത്രങ്ങളും വാശി പിടിച്ച് സ്വീകരിക്കുകയാണ്. മജല്ലത്തു തസവുഫിൽ, അൽ അഹ്റാം പത്രത്തിൽ, അഖ്ബാറുൽ ബുഹൈറയിൽ, ഹൗത്തുൽ ഉമ്മയിൽ, ഇതൊക്കെ വലിയ വലിയ പത്രങ്ങളാണ്. അൽ ഫജ്റിൽ, അഖീദത്തി, ഈ പറഞ്ഞ എല്ലാ പത്രങ്ങളിലും മാസികകളിലും ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ ലേഖനങ്ങൾ, പഠനങ്ങൾ ആഴ്ചയിലും ദിവസത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വായനക്കാർ ഷെയ്ഖ് മുഖ്താറിനെ ആശിക്കുന്നു. ഇതാണ് അവിടുത്തെ അവസ്ഥ. അദ്ദേഹം സംബന്ധിക്കുന്ന വലിയ വലിയ വേദികളിൽ ഇന്ന് ഷെയ്ഖ് മുഖ്താറിന്റെ പ്രസംഗങ്ങൾ ലോക മീഡിയകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കാലത്ത് ഏറ്റവും പുതുതായി വന്ന വാർത്ത, കേരളത്തിലെ പ്രബോധനം പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത്, സയ്യിദി അഹമ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ നടത്തിയ ഉറൂസിൽ ഷെയ്ഖുൽ മശായിഖ് ഉണ്ട്, വലിയ വലിയ മഹാന്മാരായ എല്ലാ പണ്ഡിതന്മാരും ഉണ്ട്. അവിടെയും മുഖ്യ പ്രസംഗം നടത്തുന്നത് ഷെയ്ഖ് മുഖ്താർ അലി മുഹമ്മദാണ്. ആ പ്രസംഗത്തിന്റെ ആശയം റിപ്പോർട്ട് ചെയ്തത് മലയാളത്തിലെ പ്രബോധനം വാരികയിലാണ്. അതും ആ പ്രസംഗം എന്താണ് വിഷയം? അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളെയും ഇസ്ലാമിക വിരുദ്ധ പാശ്ചാത്യ മുന്നേറ്റങ്ങളെയും അതിനിശ്ചിതമായി വിമർശിക്കുന്ന പ്രസംഗം ഷെയ്ഖ് മുഖ്താർ നടത്തിയും, അതും ആരുടെ മുമ്പിലാണ് നടത്തുന്നത്? ബദവി മഖാമിന്റെ മുൻപിൽ ഒരുക്കിയ സമ്മേളനത്തിൽ ഈജിപ്തിലെ അമേരിക്കൻ അംബാസഡർ ഫ്രാൻസിസ് റിച്ചാർഡ് ഡോണി സദസ്സിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പ്രബോധനം റിപ്പോർട്ട് ചെയ്യുന്നു. ആ ശക്തികളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഷെയ്ഖ് മുഖ്താർ പ്രസംഗിക്കുന്നത് അമേരിക്കക്കെതിരിൽ. എന്നിട്ട് പ്രബോധനം റിപ്പോർട്ട് ചെയ്തു. അവരുടെ വകയായി വ്യാഖ്യാനങ്ങൾ അവരുടെ അജണ്ടയിൽ അവർ എഴുതുന്നുണ്ടെങ്കിലും മുഖ്താറിന്റെ പ്രസംഗം പ്രബോധനം റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയെ വിമർശിച്ചു. പ്രബോധനം പറയുകയാണ് 2008 ജനുവരി 19 പ്രബോധനത്തിലെ റിപ്പോർട്ട് വിസ്മയമാണ്. അതായത് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ ആഗോള തലത്തിലുള്ള ഈ മുന്നേറ്റം കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും കഴിയില്ല. പ്രബോധനം പറയുന്നു, സൂഫി തരീഖത്തുകളുടെ സമ്മേളനത്തിൽ അമേരിക്കക്ക് രൂക്ഷ വിമർശം. വടക്കൻ കൈറോയിലെ തൻതാ നഗരത്തിൽ സയ്യിദ് ബദവിയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിലാണ് പ്രസംഗകർ അമേരിക്കയെ പേരെടുത്ത് പറയാതെ വിമർശിച്ചത്. ശേഷം പ്രബോധനം ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹുവിന്റെ പ്രസംഗം കോട്ട് ചെയ്യുന്നു. ഇന്ന് ലോകത്ത് കാണുന്ന അരാജകത്വങ്ങൾക്ക് കാരണം പുതിയ ലോകക്രമമാണ്. അതൊരു പ്രാകൃത വ്യവസ്ഥയാണ്. അതിൽ ധാർമ്മികതയില്ല. സൂഫി ത്വരീഖത്തുകൾ അതിനെതിരെ ജാഗരൂകരാകണം. ദസൂഖി ത്വരീഖത്തിന്റെ മുഖ്താർ മുഹമ്മദ് അലി പറഞ്ഞു. അഫ്ഗാൻ, ഇറാഖ്, സുഡാൻ പോലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളുടെ അധിനിവേശത്തിന് പിന്നിലും ഇതേ ശക്തികൾ തന്നെ. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ പാശ്ചാത്യ കൊളോണിയൽ ശക്തികൾക്കെതിരിലുള്ള താക്കീത് അവരുടെ അംബാസഡറെ മുന്നിലിരുത്തി പ്രസംഗിച്ചു എന്ന് പ്രബോധനം റിപ്പോർട്ട് ചെയ്യുക. ചുരുക്കത്തിൽ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക തലത്തിലുള്ള, വൈജ്ഞാനിക രംഗത്തുള്ള, വിലായത്തിന്റെ മേഖലയിലുള്ള, തസവ്വുഫ് രംഗത്തുള്ള മുന്നേറ്റം ലോകം മുഴുവൻ അംഗീകരിച്ചു വരുന്നു. നാം മാത്രം പുറകോട്ട് തിരിഞ്ഞു നിന്ന് കള്ളനാണ്, കള്ള ഷെയ്ഖാണ്, വിഡ്ഢിയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാൽ നാളെ മറ്റന്നാൾ തിരുത്തേണ്ടി വരില്ലേ? പ്രിയപ്പെട്ട പേരോടും അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ രേഖകൾ എടുത്തു കൊടുക്കുന്ന യുവ പണ്ഡിതന്മാരും എന്നെ പലപ്പോഴും ടെലിഫോണിലൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയവർ, കളിയാക്കിയവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ പ്രസംഗം ഒരാവർത്തി സ്വസ്ഥമായി കേൾക്കുക. ശേഷം വിശദമായ സംസാരത്തിനും സംശയ നിവാരണത്തിനും ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മദീനത്തുൽ കിറാമിൽ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ എപ്പോഴും സന്നദ്ധമായിരിക്കുന്നു. എന്നാൽ ഈ ഒരു ഭാഗം തീരെ കേൾക്കാതെ, കേൾപ്പിക്കാതെയുള്ള അന്ധമായ വിമർശനമല്ല നമുക്ക് വേണ്ടത്. വലിയാണ് എന്നത് അള്ളാഹുവിങ്കൽ സത്യമായ യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മൾ കള്ളനാണെന്ന് പറഞ്ഞതുമായി നമ്മൾ എവിടെ പോകും? ഏത് അള്ളാഹുവിന്റെ അടുത്തേക്കാ പിന്നെ നമുക്ക് പോകാനുള്ളത്?
ഒരു മുഅ്മിനാണ്, ഒരു മുസ്ലിമാണ് എന്നെങ്കിലും അംഗീകരിച്ചു കൊടുത്തുകൂടെ? കുഫ്രിയത്ത് ആരോപിക്കുക, കള്ളനാണെന്ന് വെട്ടിത്തുറന്ന് പറയാ. മിസ്റിലെ ആകെ മുന്നേറ്റം ഇന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ച ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സയ്യിദ് ഇബ്രാഹിം ഖുറൈശി ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ ഖുതുബിന്റെ മഖാം ഈജിപ്തിലെ ഗവൺമെന്റ് പുനരുദ്ധാരണം ചെയ്ത് പുതുതായി നിർമ്മിച്ചപ്പോൾ ആ മഖാമിന്റെ മുകളിൽ ഏറ്റവും വലുതായി ഉല്ലേഖനം ചെയ്തത് ഈ ഷെയ്ഖ് മുഖ്താറിന്റെ തിരുനാവിലൂടെ പ്രകാശിച്ച ഷറാബുൽ വസ്ലിലെ ബൈത്തല്ലേ. ജീവിച്ചിരിക്കുന്ന ഒരു മുഖ്താറിന്റെ ബൈത്ത് അവിടുത്തെ മഖാമുമ്മൽ ഉല്ലേഖനം ചെയ്യണമെങ്കിൽ കവികളും പണ്ഡിതന്മാരും ഇല്ലാത്ത നാടാണോ മിസ്ർ? ഇന്നഹു ദാറുൻ വദയ്യാറുർ റിള ഇന്നഹു വല്ലാഹി ഹലാലുൽ ഉഖദ് എന്ന് ഇന്നും സയ്യിദ് ഇബ്രാഹിം ഖുറൈശി ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ ഈ ബൈത്ത് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ ലോകം കേട്ടിട്ടുള്ളതാണ്. ഫഖ്റുദ്ദീന്റെ കലാമാണ്. ഇന്നഹു മിഷ്കാത്തു നൂരിൻ സൈതുഹാ സയ്യിദുൽ അക്വാനി അഹ്മദു മൻ ഹമദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ ഖസീദയിൽ പറഞ്ഞ ഈരടികളുടെ അർത്ഥഗാംഭീര്യതയും ആധ്യാത്മിക ജ്ഞാന സൗരഭ്യവും എന്തുമാത്രം മനോഹരങ്ങളാണ്, മനോജ്ഞങ്ങളാണ്. ആ മഹാഗീതത്തെ ആധ്യാത്മ തലത്തിൽ ബന്ധമുള്ളവരൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അവരൊക്കെ ഈ തരീഖത്തുമായി നല്ല മനസ്സോടുകൂടി ബന്ധപ്പെടുന്നു. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ അറിയാൻ ശ്രമിക്കുക, അദ്ദേഹത്തെ പഠിക്കാൻ ശ്രമിക്കുക. അതിലേക്കാവട്ടെ ഈ സംസാരവും ഈ ചർച്ചയും ഒക്കെ വഴിവെക്കുന്നത്. അപ്പൊ ഇതൊക്കെ അറിയാതെ ഒരു മനുഷ്യനെ പറ്റി വെറുതെ ഒരു ഫത്വ ഇറക്കി. ഫത്വ എന്ന് പറഞ്ഞാൽ വാരിസായ ഷെയ്ഖല്ല, അതുപോലെ മുറബ്ബിയായ ഷെയ്ഖല്ല എന്ന സാങ്കേതിക തർക്കമാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു. കള്ളനാണ് എന്നാണ് പേരോട് പലപ്പോഴും പറയുന്നുണ്ട്, ജാഹിലാണെന്ന് പറയുന്നുണ്ട്, വിഡ്ഢിയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതൊക്കെ? ഒരിക്കൽ പോലും കാണാത്ത അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞ ഒരു വിഷയം, ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന السمع والبصر والفؤاد كل اولئك كان عنه مسؤولا. അറിയാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ചും നാം തീരുമാനം പറയരുത്, നാം സംസാരിക്കരുത്. ഈ ആയത്ത് ഓതിയിട്ടല്ലേ പേരോടെ നിങ്ങൾ പ്രസംഗം തുടങ്ങിയത്? അപ്പൊ ചുരുക്കത്തിൽ ഇബ്രാഹിം എന്നത് റംസാണ്, ഇമാമാണ്, റാവിയാണ്, അമീനാണ്. ആ റാവിയാണ് ഷെയ്ഖ് മുഖ്താർ. വസിർരി ആമനുർ റാവി അലൈഹി യഖീനൻ ഫൗഖ മാ തതഖയ്യലൂന ശറാബുൽ വസ്ലി മിമ്മാ ഖുൽതു ഫീഹി ഫഹൽ ഫീകും റിജാലുൻ യസ്മഊന. എന്റെ വാരിസ് മുഖ്താർ റാവി, അവനെ കുറിച്ചും അവനുമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് എന്റെ ഈ സംസാരം. ഷറാബുൽ വസ്ല് കലാമുൻ ഖാലഹു റാവി കലാമി വതൽഖീനി വഅൻതും തജ്ഹലൂന. എന്നിട്ട് തന്നെ ബൈഅത്ത് ചെയ്ത എല്ലാ ശിഷ്യന്മാരോടുമായിട്ട് ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഫയാ അബ്നാ അഹ്ദി ഇൻ സഅൽതും സലൂനി ലൈതകും ലൗ തസ്അലൂന ഫമൻ യഖ്ബൽഹു ഇബ്രാഹീം മിൻകും ഫമിൻ കഫൈഹി സുർഫൻ തശ്റബൂന. ഇബ്രാഹീമിന്റെ ഇരു കരങ്ങളിൽ നിന്നും നിങ്ങൾ മോന്തി മോന്തി കുടിക്കുക. അവിടുത്തെ ഇൽമ്, അവിടുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഖസീദ, അവിടുന്ന് ഈ തരീഖത്തിന്റെ വിശദീകരണം തഫ്സീലായി അദ്ദേഹം തരും, അത് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മകൻ ഇബ്രാഹിം എന്ന ആളുണ്ടല്ലോ, അയാളെ ഇൽമിന്റെ മേഖലയിൽ ആരായിരുന്നു? ഈ രൂപത്തിലുള്ള ഇൽമ് ക്ലാസ് എടുത്തിരുന്നോ? ഈ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ദർശനം നടത്തിയിരുന്നോ? ഏതെങ്കിലും ഇൽമുമായി ബന്ധപ്പെട്ട് മുഖ്താറിനെ പോലെ അല്ല, സാധാരണ ഒരു പണ്ഡിതനെ പോലെ ഇബ്രാഹിം എന്ന മകൻ രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ അതിന്റെ മക്കാമിന്റെയും അതിന്റെ അവിടുത്തെ തരീഖത്തിന്റെയും ബുർഹാനിയ്യത്തിന്റെയും ആളായി നടന്നിട്ടുണ്ടാവും. ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി, ഇപ്പൊ മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ കൊണ്ടിറക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ സൈറ്റിൽ ചിലപ്പം അവരുടെ സൈറ്റല്ലേ കാണിക്കുന്നത് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നമ്മൾ അംഗീകരിക്കും, ഷെയ്ഖിന്റെ ഷെയ്ഖാണ് കരുതിയിട്ട് സുഡാനിലുള്ള വേറെ ഏതെങ്കിലും ആളുകൾ സൈറ്റിൽ വേറെന്തെങ്കിലും ഒരു ഫോട്ടോ കൊടുത്താൽ എന്നിട്ട് അവസാനം പേരോട് എന്തൊക്കെ ചെയ്തു, ശരിയാറ്റോ ദീനോ ആയിട്ട് യാതൊരു ബന്ധവും നമ്മൾ ഒരു നിലക്കും അംഗീകരിക്കാത്ത ഏതെങ്കിലും ആളുകളൊക്കെ തൊട്ടതും പിടിച്ചതും ചുംബിക്കുന്നതും ഒക്കെ കാസറ്റിൽ വെച്ച് തെറ്റിദ്ധരിപ്പിച്ചില്ല പേരോടെ. ഇങ്ങനെയാണോ ദീൻ പ്രചരിപ്പിക്കുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ സലഫിക്കും മുജാഹിദിനും ഒക്കെ മറുപടി പറഞ്ഞത്? എന്താണ് ഈ അവസ്ഥ? ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു നാവിലൂടെ ഖസീദയിൽ പറയുന്നു, മുഹമ്മദ് ഉസ്മാൻ പറയുന്നു,
وذا بني الذي تمت عطيته قد اصطفيناه من صافي عطيتنا ليجمع الشمل إمدادا ومرحمة ويحمل الكل ممدودا بهمتنا اللهم آمين إن شاء الله. ലോകതലത്തിൽ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ ഔന്നിത്യം